ചങ്കിടിപ്പോടെ ഉറ്റുനോക്കുന്ന ജനവിധി അറിയാൻ മണിക്കൂറുകൾ എണ്ണി കാത്തിരിക്കുകയാണ് കേരളം. തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. ജില്ലയിൽ വോട്ടെണ്ണലിനും ഫലപ്രഖ്യാപനത്തിനും വിപുലമായ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ജില്ലയിലെ മുന്നണി ക്യാമ്പുകൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഒബ്സർവർ, സ്ഥാനാർത്ഥികൾ, അവരുടെ ഏജന്റുമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ തിങ്കളാഴ്ച രാവിലെ 7-ന് സ്ട്രോങ് റൂം തുറക്കും. ആദ്യം പോസ്റ്റൽ വോട്ടുകൾ എണ്ണും. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്കായി ഒരു ഹാളിൽ 7 മുതൽ 14 വരെ മേശകൾ ക്രമീകരിക്കും. 8:15 ആദ്യ ഫലസൂചനകൾ പുറത്തുവരും. ഓരോ ടേബിളിൽ നിന്നും മെഷീൻ, പോസ്റ്റൽ വോട്ട് എന്നിവ എണ്ണിയതിന്റെ സ്ലിപ്പ് ബന്ധപ്പെട്ട കൗണ്ടിംഗ് ഏജന്റുമാരിൽ നിന്നും ഒപ്പുവാങ്ങിയ ശേഷം കൗണ്ടിംഗ് സൂപ്പർവൈസർ ഒപ്പ് രേഖപ്പെടുത്തി റിട്ടേണിംഗ് ഓഫീസറുടെ ഡയസിലെത്തിക്കും. റിട്ടേണിംഗ് ഓഫീസർ ഒപ്പിട്ട ശേഷം ടാബുലേഷൻ ടീമിന് കൈമാറും. ഓരോ റൗണ്ട് കഴിയുമ്പോഴും ഫലം അപ്ഡേറ്റ് ചെയ്യും. കൗണ്ടിംഗ് ഹാളിലെ എല്ലാ നടപടികളും വീഡിയോയിൽ ചിത്രീകരിക്കും. ഹാളിൽ മൊബൈൽ ഫോൺ അനുവദിക്കില്ല. വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾക്ക് സമീപം സജ്ജീകരിക്കുന്ന മീഡിയ സെന്ററിൽ ഫലം തത്സമയം ലഭിക്കും. അതേസമയം എക്സിറ്റ് പോൾ പ്രവചനങ്ങളുടെ വിശകലനങ്ങൾ അവസാനിപ്പിച്ച് യഥാർത്ഥ ജനവിധി അറിയാനുള്ള കാത്തിരിപ്പിലാണ് ജില്ലയിലെ മുന്നണി കേന്ദ്രങ്ങൾ. കഴിഞ്ഞ 2 തവണയും LDFന്റെ സമഗ്ര ആധിപത്യമായിരുന്നു. അതിന് വിരാമമിടാൻ കഴിഞ്ഞില്ലെങ്കിൽ ജില്ലയിൽ UDFനെ കാത്തിരിക്കുന്നത് വലിയ പ്രതിസന്ധിയാണ്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ മാറ്റ് കുറഞ്ഞിട്ടില്ലെന്ന് തെളിയിക്കുന്ന പ്രകടനം NDA BJP ക്യാമ്പിനും അനിവാര്യം. എന്തായാലും കാത്തിരിക്കാം, ആര് വീഴും ആര് വാഴുമെന്നറിയാൻ. ന്യൂസ് ഡെസ്ക് TCV.